നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടമായ ആളുകൾക്ക് അത് തിരികെ നൽകാനുള്ള നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർ അപേക്ഷ നൽകി തുടങ്ങണം. കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും പണം നൽകാൻ ഒരുക്കമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്ത് നിന്നും ഇത്ര പെട്ടെന്നുള്ള ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ന് തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ നേരം പറഞ്ഞത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് തന്നെയായിരുന്നു. CPM മുഖ്യമന്ത്രിയും ചേർന്ന സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് തന്നെയായിരുന്നു മോദി പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഈ പണം കൊള്ളയടിക്കുന്നതിലൂടെ സാധാരണക്കാരായ ആളുകളുടെ മക്കളുടെ വിവാഹം പോലും മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ആയിരങ്ങളുടെ ജീവിതമാണ് വലിയ പ്രതിസന്ധിയിലേക്ക് വീണുപോയത്. കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണ പറയുകയാണ് എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുന്നംകുളത്ത് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും മോദി ഇതൊക്കെ പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾ പിന്നിടുന്ന സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഈ നടപടി ഉണ്ടാവുന്നത്. ഇഡി കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മറ്റും പറഞ്ഞിരുന്നു. ഇത്തവണ അദ്ദേഹം കുന്നംകുളത്ത് വന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. നിക്ഷേപകരുടെ പണം എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ലഭ്യമാക്കുമെന്ന്. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത്. എന്തായാലും രേഖകൾ സഹിതം എല്ലാ നിക്ഷേപകർക്കും കോടതി വഴി ഈ പണം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അപേക്ഷയിൽ അനുകൂല നിലപാടെടുക്കാൻ ഇഡിക്ക് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഉൾപ്പെടെ ഇതിനോടകം വന്നിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.